എൻക്ലെക്സ് ആർ എൻ എക്സാം ഒരുപാട് തവണ എഴുതിയിട്ടും പാസ്സാവാൻ സാധിക്കാത്ത സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടാകും അല്ലേ? സോ എവിടെയാണ് നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സ്, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഞാൻ ഇവിടെ എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട്. സോ എങ്ങനെയാണ് എൻക്ലെക്സ് ആർ എൻ എക്സാം പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ തിങ്കിങ് ആണ്. എങ്ങനെയാണ് ക്രിറ്റിക്കലി തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പം എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമ്മൾ വരുത്തുന്നത് എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ നോക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ദ നേഴ്സ് എൻറ്റേഴ്സ് ദ റൂം ഓഫ് എ ക്ലയൻറ്റ് ഹു ഹാഡ് മേജർ അബ്ഡോമിനൽ സർജറി 1 week ago. സോ 1 week ago മേജർ ആയിട്ടുള്ളൊരു അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ പേഷ്യൻറ്റിൻ്റെ റൂമിലോട്ടൊരു നേഴ്സ് എൻ്റർ ആകുകയാണ്. നോട്ട്സ് ദാറ്റ് ഡെഹിസൻസ് ആൻഡ് എബിസറേഷൻ ഓഫ് ദ സർജിക്കൽ ഇൻസിഷൻ. അതായത് ഈ നേഴ്സ് നോട്ട് ചെയ്യുന്നത് സർജിക്കൽ ഇൻസിഷനിൽ ഡെഹിസൻസും എബിസറേഷനും ഉണ്ട്. സോ ഓഫ് കോഴ്സ് നമുക്ക് എന്താണ് ഡെഹിസൻസ്, എന്താണ് എബിസറേഷൻ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതെന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡെഹിസൻസ് ആൻഡ് എബിസറേഷൻ എന്താണ് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാനും പറ്റില്ല. ഓക്കെ, സോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം എക്സാമിന് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം അയ്യോ ഞാൻ ഡെഹിസൻസ് ആൻഡ് എബിസറേഷൻ പഠിച്ചതാണല്ലോ, അതിൽ കൊടുക്കേണ്ട പൊസിഷൻ എന്തായിരുന്നു എന്നിങ്ങനെ ആലോചിച്ച് പഠിച്ച കാര്യം അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്ത കാര്യം ആലോചിച്ച് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ പല കാര്യങ്ങളും ഒരുപാട് തിയറി പഠിച്ചിട്ടാണ് എൻക്ലെക്സ് എക്സാമിന് വരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഓൾറെഡി എക്സാം എഴുതിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ മൊമെൻറ്റിൽ ക്വസ്റ്റ്യൻ കാണുമ്പം ഈ കോണ്ടന്റ് എല്ലാം ഒന്നും മൈൻഡിലോട്ട് പെട്ടെന്ന് വരില്ല, ഓർമ്മയിൽ വരില്ല നമ്മൾ പഠിച്ചതൊന്നും. ഓക്കെ, സോ നമുക്കുള്ള നോളജ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട സ്ട്രാറ്റജി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഡെഹിസൻസ് ആൻഡ് എബിസറേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താണെന്ന് ഒരു ഐഡിയ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ മെമ്മറൈസ് ചെയ്തൊരു പൊസിഷൻ, ഈ ഒരു പ്രോബ്ലത്തിന് ഏത് പൊസിഷൻ കൊടുക്കണം എന്ന് നമ്മൾ മെമ്മറൈസ് ചെയ്തത് ഒരിക്കലും നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏതാണ് ആൻസർ എന്ന് അറിയാതെ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് കറക്കി കുത്തി ചൂസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെഹിസൻസ് ആൻഡ് എബിസറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജിക്കൽ ഇൻസിഷൻ അത് സ്പ്ലിറ്റായി, അതായത് സർജിക്കൽ ഇൻസിഷൻ ചെയ്തത്, അത് സ്യൂച്ചർ ചെയ്തത് സ്പ്ലിറ്റായിട്ട് അബ്ഡോമിനൽ ഓർഗൻസ് വെളിയിൽ പ്രൊട്രൂഡ് ചെയ്ത് കാണാൻ നമുക്ക് പറ്റും. ഓക്കെ, സോ അബ്ഡോമിനൽ സർജറി കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് സർജിക്കൽ ഇൻസിഷൻ കാണും അല്ലേ? ആ വൂണ്ടിലൂടെ, അതായത് ആ വൂണ്ട് സെപ്പറേറ്റ് ആകുകയും ഇൻറ്റേർണൽ ഓർഗൻസ് പ്രൊട്രൂഡ് ആകുകയാണ് ചെയ്തത്. അപ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസ് നമുക്ക് വെളിയിൽ കാണാനായിട്ട് പറ്റും ഈ സിറ്റുവേഷനിൽ. അപ്പോൾ ഏത് പൊസിഷനാണ് കൊടുക്കേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലായി ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ക്ലിയർ ആയി. അബ്ഡോമിനൽ ഇൻസിഷനിലൂടെ ഓർഗൻസ് വെളിയിൽ പ്രൊട്രൂഡ് ആകുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സിറ്റുവേഷൻ അനുയോജ്യമായിട്ടുള്ളൊരു പൊസിഷൻ നമ്മൾ ആലോചിച്ച് ചൂസ് ചെയ്യണം. സോ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുമ്പം പ്രോൺ പൊസിഷൻ എല്ലാവർക്കും അറിയാമല്ലോ. പ്രോൺ പൊസിഷൻ നമുക്ക് ഇവിടെ ഈ സിറ്റുവേഷനിൽ കൊടുക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അബ്ഡോമിനൽ സർജറി കഴിഞ്ഞു, സർജിക്കൽ ഇൻസിഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് നമുക്ക് പ്രോൺ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇമാജിൻ ചെയ്യുക, പ്രോൺ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അബ്ഡോമിനൽ പ്രഷർ ഇൻക്രീസ് ആകുകയും പിന്നെ അതുപോലെ തന്നെ അബ്ഡോമിനൽ ഓർഗൻസിന് പ്രഷർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് പ്രോൺ പൊസിഷൻ അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. നൗ സൈഡ് ലൈങ് പൊസിഷൻ എഗെയിൻ ഇമാജിൻ ചെയ്യുക. സൈഡ് ലൈങ് പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് എഗെയിൻ ഓർഗൻസിൻ്റെ പൊസിഷൻ മാറുകയും അബ്ഡോമിനൽ വോളിൽ പ്രഷർ ഉണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അബ്ഡോമിനൽ ഓർഗൻസിൻ്റെ കറക്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ അബ്ഡോമിനൽ ഓർഗൻസ് കൂടുതൽ വെളിയിൽ വരാതിരിക്കാനായിട്ട് പ്രഷർ ഇല്ലാത്ത രീതിയിൽ ഒരു പൊസിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ഈ പേഷ്യൻറ്റിന് സുപ്പൈൻ പൊസിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ സുപ്പൈൻ പൊസിഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കാനും, അതായത് വൂണ്ടിലുള്ള പ്രഷർ കുറയ്ക്കാനും, അതുപോലെ തന്നെ സ്റ്റെറൈൽ ഡ്രസ്സിങ് അപ്ലൈ ചെയ്യാനായിട്ടും സേഫർ ആയിട്ടുള്ള ഒരു പൊസിഷൻ അതാണ്. അതായത് ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഓർഗൻസ് കവർ ചെയ്യാനായിട്ട് സ്റ്റെറൈൽ ഡ്രസ്സിങ് അപ്ലൈ ചെയ്യണം. അതായത് സർജിക്കലി ഈ ഒരു ഓർഗൻസ് അബ്ഡോമിനുള്ളിലോട്ട് ബാക്ക്, അതായത് തിരിച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഇത് കവർ ചെയ്യാനായിട്ടൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സുപ്പൈൻ പൊസിഷനാണ്. അപ്പോൾ അബ്ഡോമിനൽ പ്രഷർ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്റ്റെറൈൽ ഡ്രസ്സിങ് അപ്ലൈ ചെയ്യാനും, അതായത് ഒരു സർജിക്കൽ റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഓർഗൻസ് കവർ ചെയ്യാനും ഒക്കെയാണ് ഈ തേർഡ് പൊസിഷൻ നമ്മൾ കൊടുക്കുന്നത്, സുപ്പൈൻ പൊസിഷൻ കൊടുക്കുന്നത്. ലോ ഫൗളർ വിത്ത് ദ നീസ്
ബെൻഡ് എന്ന് പറയുന്നത് എഗെയിൻ ഇമ്മീഡിയറ്റ്ലി കൊടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ അല്ല ഇവിടെ ഈ സിറ്റുവേഷൻ അനുസരിച്ച്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഡെഹിസൻസ് ആൻഡ് എവിസറേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആലോചിക്കുക ചെയ്തത്. പ്രോൺ പൊസിഷൻ പറ്റുമോ, സൈഡ് ലൈൻ പൊസിഷൻ പറ്റുമോ, അങ്ങനെ നമ്മൾ ആലോചിച്ചെടുക്കുക ചെയ്തത്. അല്ലാതെ നമ്മൾ നേരത്തെ ബൈഹാർട്ട് ചെയ്ത് വെച്ച ഒരു കാര്യം മെമ്മറൈസ് ചെയ്ത് ആൻസർ ചെയ്യുകയല്ല ഇവിടെ നമ്മൾ ചെയ്തത്. ഓക്കെ, സോ യൂഷ്വലി ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഒരു ടോപ്പിക്ക്, ഒരു സർജിക്കൽ പ്രൊസീജിയർ ആയിക്കോട്ടെ, ഒരു ഇഷ്യൂ ആയിക്കോട്ടെ, ഒരു ഡയഗ്നോസിസ് ആയിക്കോട്ടെ, കാണുന്ന സമയത്ത് സ്റ്റുഡൻസ് യൂഷ്വലി ചെയ്യുന്നത് എന്താണ് ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചത്, ഏത് പൊസിഷൻ ആയിരുന്നു, ഏത് സിംറ്റം ആയിരുന്നു, ഇങ്ങനെ മെമ്മറൈസ് ചെയ്തതൊക്കെ ഇങ്ങനെ മൈൻഡിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം എടുക്കുകയും നമുക്ക് നമ്മളുടെ തിങ്കിങ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാതെയും വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യേണ്ടത്. അതായത് ഓപ്ഷൻസ് ഓരോന്ന് നോക്കുക, എന്നിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഇത് അനുയോജ്യമാണോ എന്ന് ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കമ്പയർ ചെയ്ത് യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ആണ്. ലൈക്ക് നമ്മളിപ്പം ചെയ്തത് ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു പൊസിഷൻ നമ്മൾ ചൂസ് ചെയ്തു. നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്താണ് അവിടെ ആൻസർ ചെയ്തത്. സ്ട്രാറ്റജീസ് നമ്മൾ പ്രയോറിറ്റൈസേഷനിലും ഡെലിഗേഷനും ബെസ്റ്റ് ഡയറക്ഷൻ ക്വസ്റ്റ്യനിലും ഒക്കെ നമ്മൾ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യും. അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് അറിയില്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ലൈക്ക് ഇവിടെ ദ ചാർജ് നഴ്സ് ഇൻ എ ലോങ് ടേം കെയർ ഫെസിലിറ്റി ഈസ് മേക്കിംഗ് ക്ലയൻറ്റ് കെയർ അസൈൻമെന്റ് ഫോർ അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ. സോ UAPക്ക് അസൈൻമെന്റ് ചെയ്യാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബൈ ദ ചാർജ് നഴ്സ് വുഡ് പ്രൊവൈഡ് UAP വിത്ത് ദ ബെസ്റ്റ് direction about an assignment. സോ അസൈൻമെന്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ഡിറക്ഷൻ ഇതിൽ ഏതാണെന്നുള്ളതാണ്. സോ നമുക്കറിയാം ഡെലിഗേഷൻ ക്വസ്റ്റ്യനിൽ അസൈൻമെന്റും ഉണ്ട്, ബെസ്റ്റ് ഡിറക്ഷനും ഉണ്ട്. സോ ഡെലിഗേഷൻ രണ്ട് രീതിയിലാണ് ചോദിക്കുന്നത്, രണ്ടും നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അസൈനും ഉണ്ട്, ബെസ്റ്റ് ഡിറക്ഷനും ഉണ്ട്. ഇത് ബെസ്റ്റ് ഡിറക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബെസ്റ്റ് ഡിറക്ഷൻ ക്വസ്റ്റ്യനിൽ ഈ ഓപ്ഷനിൽ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഉണ്ടോ, ടാസ്ക് ഉണ്ടോ, ടൈമിംഗ് ഉണ്ടോ എന്നാണ്. ഓക്കെ, ഇത് പ്രോപ്പറായിട്ടില്ലെങ്കിൽ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിയേ, ദ ക്ലയൻറ്റ് ഇസ് വീക്ക് ഓൺ ദ റൈറ്റ് സൈഡ്. സോ പ്രോബ്ലം ഉണ്ട് അല്ലേ, കണ്ടീഷൻ ഉണ്ട്. പ്ലീസ് ചെക്ക് ദ ക്ലയൻസ് കാപ്പിലറി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആൻഡ് ടെൽ മീ ദ റിസൾട്ട് ബൈ 7. ടൈം ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന ടാസ്ക് ഉണ്ട്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ കണ്ടീഷൻ ഇല്ല, അതുകൊണ്ട് നമ്മളത് എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. അടുത്തത്, വി നീഡ് ടു ഡോക്യുമെന്റ് വൈറ്റൽ സയൻസ് ഫോർ ദ ക്ലയൻറ്റ് എവറി 4 hours ടുഡേ. സോ ടൈമിംഗ് ഉണ്ട്, ചെയ്യേണ്ട കാര്യമുണ്ട്, പക്ഷേ കണ്ടീഷൻ ഇല്ല, സോ നമ്മളത് എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. അടുത്തത്, പ്ലീസ് എൻകറേജ് ദ ക്ലയൻറ്റ് ടു ചേഞ്ച് പൊസിഷൻ ഫ്രീക്വൻ്റ്ലി. ടൈം ഉണ്ട്, പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ടാസ്ക് ഉണ്ട്, കണ്ടീഷൻ ഇല്ല, സോ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. റൈറ്റ് സൈഡ് വീക്ക്നെസ് ഉണ്ട് എന്ന് പറയുന്ന പേഷ്യൻ്റെ പ്രോബ്ലം ആണ്. അസിസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഡ്രസ്സിങ് ആൻഡ് ബാത്തിങ്ങിന്. സോ കണ്ടീഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബെസ്റ്റ് ഡിറക്ഷനിൽ കണ്ടീഷൻ കൊടുത്തിരിക്കണം. സോ ഫസ്റ്റ് വൺ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. സോ ഇവിടെ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്തു. കണ്ടീഷൻ ഉണ്ടോ, ടാസ്ക് ഉണ്ടോ, ടൈമിംഗ് ഉണ്ടോ എന്ന് നോക്കി. സോ ഇത് ബെസ്റ്റ് ഡയറക്ഷനിൽ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. അസൈൻമെൻറ്റിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പം അഗെയിൻ സ്ട്രാറ്റജി അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, തിയറി മാത്രമല്ല. സോ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് തിയറി അറിഞ്ഞതുകൊണ്ടല്ല നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്, തിയറി മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പല ക്വസ്റ്റ്യൻ്റെയും ആൻസർ റോങ് ആയിട്ട് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് തിയറി കൂടാതെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ സ്ട്രാറ്റജീസും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ നമ്മൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് അതിനനുയോജ്യമായുള്ള ഇൻ്റർവെൻഷൻ നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്തെടുത്തു. ഇവിടെ നമ്മൾ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കുകയോ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ സ്ട്രാറ്റജി അപ്രോപ്രിയേറ്റ്ലി യൂസ് ചെയ്തു. പിന്നെ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്നുള്ളതാണ്. അതായത് പ്രോമെട്രിക് എക്സാം പോലെ തന്നെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് ഒരു 1 word ഒക്കെ ആൻസർ ആയിട്ട് വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് പലർക്കും. സോ തിയറി ജസ്റ്റ് ചുമ്മാതെ പഠിച്ചിട്ട് പോയിട്ട് മെമ്മറൈസ് ചെയ്തിട്ട് അത് അതേപോലെ ചോദിക്കുകയാണ് എന്നുള്ളൊരു ഒരു തിങ്കിങ് ഉണ്ട് എല്ലാവർക്കും. അതായത് ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, എ പേഷ്യൻറ്റ് വിത്ത് ഡിയോഡിനൽ പെപ്റ്റിക് അൾസർ വുഡ് ഡിസ്ക്രൈബ് ഹിസ് പെയിൻ ആസ്. സോ ഡിയോഡിനൽ പെപ്റ്റിക് അൾസർ ഉള്ള പേഷ്യൻ്റെ പെയിൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഇതേ ചോദ്യം തന്നെ ചോദിക്കാം എൻക്ലെക്സിൽ, പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല അത് ചോദിക്കുന്നത്. സോ ഇവിടെ ഏത് ടൈപ്പ് ഓഫ് പെയിൻ ആണെന്ന് നമ്മൾ മെമ്മറൈസ് ചെയ്ത അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്തൊരു കാര്യമാണ് നമ്മളിവിടെ ആൻസർ ചെയ്യേണ്ടത്. അല്ല നമുക്കിവിടെ ഒരിക്കലും തിങ്ക് ചെയ്യാനോ ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യാനോ പറ്റില്ല. സോ ഈ ഒരു രീതിയിലല്ല എൻക്ലെക്സ് ആറിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതെന്ന് പറയുന്നത് MOH, DHA പോലെയുള്ള പ്രോമെട്രിക് എക്സാംസിന് ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഫോർമാറ്റിലല്ല എൻക്ലെക്സ് ആറിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോമെട്രിക് പഠിക്കുന്നത് പോലെ തിയറി മാത്രം പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതാനായിട്ട് നമുക്ക് പറ്റില്ല. എൻക്ലെക്സ് ആറിന് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും തിയറി ഡിസ്കഷനുമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ
അതൊരു വലിയൊരു പ്രോബ്ലമാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരുപാട് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു ദിവസം ഒരുപാട് മെറ്റീരിയൽസ് ചെയ്യും, എല്ലാ ദിവസവും കുറേ മെറ്റീരിയൽസ് ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്ന മെറ്റീരിയൽസ് ക്വാളിറ്റിയോടുകൂടി മനസ്സിലാക്കി ചെയ്യാനായിട്ടാണ് ഇവിടെ നമ്മൾ NCLEX RNന് ശ്രമിക്കേണ്ടത്. ഓക്കെ, കുറേ മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ആകും. ഓക്കെ, സോ പ്രാക്ടീസ് ആകാനായിട്ട് നമ്മളിവിടെ കുറേ മെറ്റീരിയൽസ് ഡെയിലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല ക്വസ്റ്റ്യനോടുള്ളൊരു എക്സ്പോഷർ ഉണ്ടാകും. അത് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ക്വാളിറ്റിയിൽ ചെയ്തില്ലെങ്കിൽ, അതായത് എങ്ങനെ ക്രിറ്റിക്കലി തിങ്ക് ചെയ്യണം, എങ്ങനെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യണം എന്ന് മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ ആ ചെയ്യുന്നത് കൊണ്ട് ഒരു യൂസും ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടായിരിക്കും NCLEX RNന്റെ എക്സാമിന് പോകുന്നത്. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, ഓൾറെഡി ചെയ്ത് നോക്കിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും എക്സാമിന് അത് വന്നാൽ പോലും നിങ്ങളുടെ ഓർമ്മയിൽ അത് കാണില്ല. അയ്യോ, ഞാൻ ഇന്ന ദിവസം ഈ ക്വസ്റ്റ്യൻ ചെയ്തതാണല്ലോ എന്നൊരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫെമിലിയർ ആകാൻ വേണ്ടി അല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. വളരെ ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി എങ്ങനെയാണ് അത് തിങ്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്, ഏത് സ്ട്രാറ്റജിയാണ് അവിടെ അപ്ലൈ ചെയ്തതെന്ന് മനസ്സിലാക്കി ചെയ്താലേ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടൊരു യൂസ് ഉണ്ടാവുകയുള്ളൂ. അല്ല നമ്മൾ കുറേ മെറ്റീരിയൽസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ NCLEX RNന്റെ എക്സാമിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് മാത്രം എക്സാം എഴുതുക. അപ്പോൾ ഈ ഒരു രീതിയിൽ NCLEX RNന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് NCLEXനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.